ഞാൻ നിനക്ക് എന്തൊരു കാര്യങ്ങളാണ് ചെയ്തു തന്നേക്കണേ, അതിന്റെ പകുതി എങ്ങനെ നീ എനിക്ക് തിരിച്ചു ചെയ്തിട്ടുണ്ടോ? അല്ല, ഇതെന്തെങ്കിലും ഞാൻ നിന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നീ ചെയ്ത്? നീ തന്നെ അങ്ങ് ചെയ്തതല്ലേ? സത്യമാണ്, അവർ പറയാണ്ട് തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്തത്. ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചിന്തിപ്പിച്ചിട്ടുണ്ടാവും. ഈ വേൾഡ് കൈൻഡ്നെസ്സിനെ വാല്യൂ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ വൈ ഷുഡ് ഐ വാല്യൂ ഇറ്റ്? അല്ലെങ്കിൽ എന്ത് തേങ്ങയ്ക്കാണ് നമ്മൾ വേറൊരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടത്? എല്ലാവരും സെൽഫിഷാണ്, അപ്പൊ ഞാനും സെൽഫിഷ് ആവണ്ടേ? ഇങ്ങനത്തെ കുറെ ഇൻസിഡൻസ് നടന്നിട്ട് അവസാനം നമ്മുടെ ഉള്ളിലുള്ള സോഫ്റ്റ്നെസ് മാറിയിട്ട് നമ്മളും കുറച്ച് ഹാർഷ് ആയിരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ തിരിച്ചറിവിലോട്ട് എത്തുവാണ്. ബട്ട് കൈൻഡ്നെസ് വാസ് നെവർ മെയിൻ ടു ബി എ ട്രാൻസാക്ഷൻ. ഇറ്റ് വാസ് മോർ ലൈക്ക് എൻ എക്സ്പ്രഷൻ. മനസ്സിലായോ? അല്ലെങ്കിൽ സാറില്ല, പറഞ്ഞുതരാം. അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഈ ചാനലിൽ ഫസ്റ്റ് ആയിട്ട് വന്ന് കാണുന്ന ആൾക്കാർ എപ്പോഴും സബ്സ്ക്രിപ്ഷൻ വെച്ചാണ് അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ. അതുകൊണ്ട് ചിലപ്പോൾ അവർ ഈ വീഡിയോ പോലെ ഒന്ന് ഫുള്ളായിട്ട് കാണുന്നുണ്ടാവില്ല. അതുകൊണ്ട് ജസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ബട്ടണിലൊന്ന് നിൽക്കിയാൽ ഒരു ചെലവില്ല. അപ്പൊ ശരി, വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ കൈൻഡ് ആവുന്നതിലല്ല പ്രശ്നം, നമ്മൾ കൈൻഡ്നെസ് എന്നുള്ളൊരു ടേം മനസ്സിലാക്കി വെക്കുന്നതിലൊരു പ്രശ്നമുണ്ട്. ബീങ് കൈൻഡ് ഉണ്ട്, ബീങ് നൈസ് ഉണ്ട്. രണ്ടും ടോട്ടലി ഡിഫറെന്റ് ടേംസ് ആണ്. ഈ ബീങ് നൈസ് എന്ന് പറഞ്ഞ സംഭവം ഇസ് ആക്ച്വലി സംതിങ് വിച്ച് ഡെവലപ്പ് ഫ്രം ഒരു ഫിയർ റെസ്പോൺസിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു അപ്രൂവൽ സീക്കിങ്ങിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമുക്കിത് ചെയ്യണ്ടെന്നുണ്ട്, പക്ഷെ നോ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ചെയ്തു പോകുന്ന കാര്യങ്ങൾ. ബീങ് നൈസില് നമ്മൾ നമ്മുടെ കംഫർട്ട് നോക്കുന്നില്ല. നമ്മളെപ്പോഴും മറ്റേ ആളുടെ കംഫർട്ട്, അയാൾ കംഫർട്ടബിൾ ആണോ, അയാൾ ഹാപ്പി ആണോ എന്നുള്ള രീതിയിൽ മാത്രമേ നോക്കുന്നുള്ളൂ. അത് ചെയ്യാൻ നമ്മൾ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ബീയിങ് നൈസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഒരാൾ ഡെവലപ്പ് ചെയ്തെടുത്തേന്ന് നോക്കിക്കഴിഞ്ഞാൽ മേ ബി അവര് റിജക്ഷൻ പേടിച്ചായിരിക്കും. ഞാൻ ഇത് അവർക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരെന്നെ ഇട്ടിട്ട് പോവോ, അങ്ങനെയൊക്കെ ഒരു പേടി ഉള്ളിലുണ്ടായി കാണും. അല്ല, നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ടു വളർന്നൊരു സംഭവമാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ ഹാപ്പി ആക്കി വെച്ചാലാണ് നമുക്കേ ഒരു സെൽഫ് വർത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം തൊട്ട് ഇമോഷൻസ് സപ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയാതെ, ചിലപ്പോൾ നമ്മൾ വളർന്നു വന്ന സാഹചര്യം കാരണമായിരിക്കും നമുക്ക് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ട ഒരു സാഹചര്യം കിട്ടിക്കാണില്ലായിരിക്കും. അങ്ങനെ നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന കുറെ കാര്യങ്ങളിലെ ഇൻഫ്ലുവൻസിലാണ് നമ്മൾ ഈ ബീയിങ് നൈസ് എന്ന് പറഞ്ഞ സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നത്. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ മെൻഷൻ ചെയ്ത ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു ക്യാൻഡിലാന്ന് വിചാരിക്കുക. നമ്മൾ എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്ന് ബാക്കിയുള്ളവർക്ക് പ്രകാശം കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാല് ഒരു ദിവസം നമ്മളിങ്ങനെ കത്തി കത്തി ചെറുതായി പോയി നമ്മുടെ ഉള്ളിലെ വാക്സ് തീർന്നു പോകും. സോ ഇഫ് യു കീപ് ഗിവിംഗ് വിത്തൗട്ട് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്, വൺ ഡേ നമ്മൾ കംപ്ലീറ്റ്ലി ബേൺ ഔട്ട് ആവും. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ബീയിങ് നൈസ് കാരണമല്ല ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കേണ്ടത്. നമ്മൾ ഔട്ട് ഓഫ് കൈൻഡ്നെസ്, ഔട്ട് ഓഫ് കമ്പാഷൻ, ഔട്ട് ഓഫ് ലവ് ആണ് ഒരാൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇതൊക്കെ വേറൊരാൾക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ മസ്തായിട്ട് ഇതൊക്കെ കൊടുക്കേണ്ട ഒരാളുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ല, നമ്മുടെ സിബ്ലിങ്സ് അല്ല, നമ്മുടെ ഫ്രണ്ട്സ് അല്ല, അത് നമുക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ യു നീഡ് ടു മേക്ക് ഷുവർ യുവർ ഓൺ ഫ്ലെയിം ഇസ് സ്ട്രോങ് ഇനഫ് ടു കീപ് ഷൈനിങ്. ലൈക്ക് ഒരു എംപ്റ്റി കപ്പിൽ നിന്ന് നമുക്ക് വേറെ ആൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ സെൽഫ് ലവ് ഉണ്ടാവണം, സെൽഫ് കമ്പാഷൻ ഉണ്ടാവണം, സെൽഫ് കൈൻഡ്നെസ് ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു സംഭവമാണ് സെറ്റിംഗ് ബൗണ്ടറീസ്. ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ തലയിൽ പെട്ടെന്ന് വന്നൊരു സംഭവമാണ്, അപ്പൊ മറ്റേയാളെ ഡിസ്റ്റൻസ് ആക്കി വിടണം എന്നുള്ളതാണോ ബൗണ്ടറീസ് എന്ന്. അതിന് ആക്ച്വലി ഒരു കോട്ട് ഉണ്ട്. ഇറ്റ് ഗോസ് ലൈക്ക്, എ ബൗണ്ടറി ഇസ് എ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ഐ ക്യാൻ ലവ് യു ആൻഡ് സ്റ്റിൽ ലവ് മൈ സെൽഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേയാളെ പുഷാക്കി വിടണം എന്നല്ല. ഇറ്റ്സ് സംതിങ് ലൈക്ക്, എനിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെയും ഇഷ്ടമാണ്, പക്ഷെ ഈ രണ്ടും കണക്കിലെടുത്തിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എവിടെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനത്തെ ഒരു സംഭവം. ഇതിന് നമ്മൾ അസേർട്ടീവ് ആവണം എന്ന് പറയും. അസേർട്ടീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തോട്ട്സും നമ്മുടെ ഫീലിങ്സും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഹോണസ്റ്റ് ആയിട്ട് റെസ്പെക്ട്ഫുള്ളി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിന്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമുക്ക് ഒരാൾക്ക് ഹാർഷ് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റും. ലൈക്ക്, ഞാൻ നിനക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് തന്നേക്കണേ, എനിക്ക് മടുത്തു, എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞതിന് പകരം, അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റില്, എടാ ഞാൻ നിനക്ക് എന്തൊരു കാര്യങ്ങളാ ചെയ്ത് തന്നേക്കണേ, അത് ടു സോഫ്റ്റ് ആയി പോയി. അതല്ലാണ്ട് രണ്ടും അല്ലാണ്ട് അതിനൊരു മിഡിൽ ഫോമിലായിട്ട്, ലൈക്ക്, എടാ ഞാൻ നിനക്ക് എന്തൊരു കാര്യങ്ങളാ ചെയ്ത് തന്നേക്കുന്നേ, ഞാൻ എക്സോസ്റ്റഡ് ആയി, എനിക്ക് മടുത്തു, ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ലടാ. അങ്ങനെ ഒരു മിഡിൽ ടോൺ ആണത്. നമ്മൾ അസേർട്ടീവായിട്ട് പറഞ്ഞു എന്ന് വെച്ചിട്ടും ഓപ്പോസിറ്റ് ഒരാൾ കേൾക്കണം എന്നില്ല.
പക്ഷെ ഇവിടെയാണ് കൈൻഡ്നെസ് വരുന്നത്. ലൈക്ക് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളത് പറഞ്ഞു, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞു. നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടും ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഐദർ ഒന്നോടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോക്ക് അവേ ചെയ്യാം. കാരണം നിങ്ങളുടെ എനർജി നിങ്ങൾ മാത്രമേ പ്രൊട്ടക്ട് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് എവ്രി വൺ ഡസൻ ഡിസേർവ് എൻ എക്സ്പ്ലനേഷൻ. നമുക്ക് എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യണമെന്ന് വിചാരിക്കാൻ പറ്റില്ല, പക്ഷെ ആരെങ്കിലും ഡിസ്റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള എല്ലാ ചോയ്സും നമുക്കുണ്ട്. ഇവിടെ പ്രശ്നം പറ്റാൻ പോകുന്നത് നമ്മളൊരു ഇന്ത്യൻ ഫാമിലി കൾച്ചറിലാണ്. കാരണം നമ്മളെപ്പോഴും കേട്ടു വളർന്നൊരു സംഭവമാണ് എൽഡേഴ്സ് പറയുന്നത് ശരിയാണ്, അത് അവരെ ബാക്ക് ആൻസർ ചെയ്യാൻ പാടില്ല, അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. എങ്ങാനും നമ്മൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൽഫിഷ് ആവും, നമ്മൾ താന്തോന്നിയാവും, അല്ലെങ്കിൽ നമ്മൾ തലതെറിച്ച ആൾക്കാർ, അങ്ങനെയൊക്കെ രീതിയിലൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. ഈ ഫാമിലിയിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് കാരണം നമുക്കൊരു സെൽഫ് ലവ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളൊരു സഫക്കേറ്റഡ് ആയിട്ട് പോവാണ്, നമുക്ക് തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അടുത്തുള്ള ഏതെങ്കിലും വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും, കാണാൻ പറ്റും. അപ്പോൾ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻഡ്നെസ് ആക്ച്വലി ഒരു വീക്ക്നെസ് അല്ല, അത് നമ്മളൊരു ബീയിങ് നൈസ് എന്നുള്ളൊരു സംഭവമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് കൈൻഡ്നെസ് കാണിക്കാതിരിക്കുന്ന സിറ്റുവേഷൻസിലാണ് അതൊരു വീക്ക്നെസ് ആയി പോകുന്നത്. അപ്പോൾ നമ്മൾ കൈൻഡ്നെസ് കാണിക്കുന്ന ആക്ച്വലി അതൊരു ബ്യൂട്ടിഫുൾ സംഭവമാണ്. അപ്പോൾ ഈ നിങ്ങൾ കൈൻഡ്നെസ് കാണിക്കേണ്ടത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദ വേൾഡ് ഡിസേർവ്സ് ഇറ്റ്, ഇറ്റ്സ് ബിക്കോസ് യു ഡിസേർവ് ഇറ്റ്. സോ ബി സ്ട്രോങ് ഇനഫ് ടു ബി കൈൻഡ് ആൻഡ് വൈസ് ഇനഫ് ടു ഡു ഇറ്റ് വിത്ത് ബൗണ്ടറീസ്. അപ്പോൾ ശരി, ആസ് യൂഷ്വൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് മെൻഷൻ ചെയ്യുക. അപ്പോൾ ബൈ.